ഈ കിടന്ന് തിളയ്ക്കുന്ന പാനീയം ഉണ്ടല്ലോ കൊളസ്ട്രോളും ബിപിക്കും ഉള്ള ഒരു അടിപൊളി മരുന്നാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ചാനലിൽ ഞാൻ ഇതിന് മുമ്പ് പല പല ടിപ്പായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും എൻ്റെ പുതിയ പുതിയ ട്രിക്സും കാര്യങ്ങളും, അതായത് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വ്ളോഗ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ ഒട്ടനവധിയാണ്. പണ്ടൊന്നും ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. കൊളസ്ട്രോള്, അതുപോലെ ബി പി എന്നൊന്നും പണ്ട് കേട്ടിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ട്രോക്ക് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് തുടങ്ങി വലിയ ആളുകൾക്ക് അങ്ങനെ പ്രായഭേദ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ദിനംപ്രതി ഓരോ രോഗങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഈ കൊളസ്ട്രോളാണ് കേട്ടോ. അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മൾ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വില്ലനാണ് കേട്ടോ ഈ ബി പി എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ. അതും ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പീക്ക് ലെവലാണ് ഇപ്പോൾ ഈ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ ചാടി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം കേട്ടോ. മിനിമം ഒന്ന് നമ്മൾ ആ സമയത്തൊന്ന് കിടക്കെങ്കിലും ചെയ്യണം. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ആ ക്ഷീണത്തോട് കൂടി എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ തല തല്ലി വീഴുന്നത് അല്ലെങ്കിൽ കാല് തല്ലി വീഴുന്നതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ വീഴുമ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവനും ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ ആ പോർഷൻ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ. വന്നവരൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഔഷധം എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. പ്രത്യേകിച്ച് ഈ കൊളസ്ട്രോൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 പേരയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ മഞ്ഞപ്പൊടി ഒരുപാട് വേണ്ടിട്ട് ഒരു ടീസ്പൂണിൻ്റെ ഒരു ചെറിയൊരു പൊടി മതി. അപ്പോൾ അത് ഞാൻ ഇപ്പോഴല്ല ചേർക്കുന്നത്. ഇത് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഊറ്റി അരിച്ചെടുക്കില്ല, ആ സമയത്താണ് കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പാനീയത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ 2 ഉലുവ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വ്ളോഗിൽ സംസാരിച്ച് വരുന്ന സമയത്താണ് ഉലുവയുടെ കാര്യം. ഉലുവ ചേർത്തിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുന്നത്. അപ്പോൾ ഈ പാനീയത്തിലേക്ക് ഞാൻ ഉള്ള ലീഫൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, വെട്ടി തിളപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, ഒറ്റ ഗ്ലാസ്സാക്കി വെള്ളം എടുക്കണം കേട്ടോ. ആ രീതിയിൽ വെട്ടി തിളപ്പിക്കണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ലീഫും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ മരുന്ന് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മരുന്ന് ഓടിപ്പോയിട്ട് നിങ്ങളെല്ലാവരും ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ഓടിപ്പോയി കൊടുക്കണമെന്നല്ല. സ്ട്രോക്കിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്നവർ ഇതല്ലാട്ടോ കഴിക്കേണ്ടത്. ഇത് കഴിക്കേണ്ടത് ഈ കൊളസ്ട്രോളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരല്ല, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്നവർ. അവർക്കൊരു ഹോം റെമഡി എന്നുള്ള നിലയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പീക്ക് ലെവലിലുള്ളവരൊക്കെ ഇത് കഴിക്കണമെങ്കിൽ അത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ ഈ ഗർഭിണികൾ, മുല കിട്ടുന്ന അമ്മമാർ, പിന്നെ എന്തെങ്കിലും രോഗങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, മറ്റുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർ, അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം കേട്ടോ ഈ പാനീയം കുടിക്കാനായിട്ട്. അങ്ങനെ അതേ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ ഗ്ലാസ് ആയിട്ട് വെള്ളം എടുക്കണം. കറിവേപ്പില എന്ന് പറയുന്നത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ. കറിവേപ്പില എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാടൻ കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന, മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അതിലൊക്കെ ധാരാളം വിഷാംശങ്ങളൊക്കെ അടങ്ങി വരുന്ന കറിവേപ്പിലയാണ്. അതൊരിക്കലും യൂസ് ചെയ്യരുത്. പിന്നെ ഈ പേരയില എന്ന് പറയുന്നത് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ പേരയുടെ ഇലയൊക്കെ. വെറുതെ വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ രോഗങ്ങളുടെ മെയിൻ ഉറവിടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫുഡൊക്കെ തന്നെയാണ്. ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികളൊക്കെ തുടങ്ങി ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇഷ്ടം ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന എനിക്കും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആരും അതിലൊട്ടും മോശമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിക്കുന്നതിനൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ, രീതിയുണ്ട്. അതൊക്കെ ഞാൻ ഈ വ്ളോഗിൻ്റെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 2 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചതാണ്. ഇപ്പോൾ ഇത് തിളച്ച് 1 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ. നമുക്ക് വേറെ കരടും കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അത് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ്. അപ്പോൾ നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞളാണ്. മഞ്ഞൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തപ്പോൾ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ മഞ്ഞൾ ഉണ്ടല്ലോ, നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണം ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുന്ന മഞ്ഞളുണ്ടല്ലോ, അത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം ചെയ്യും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ച മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതുള്ളൂ, അതാണ് ഞാൻ കലക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി, ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ മഞ്ഞളെന്ന് പറയുന്നത് ഭയങ്കര ഗുണം ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ.
നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷാംശങ്ങളെയും വലിച്ചെടുക്കുന്ന കഴിവുള്ള ഒരു ഐറ്റാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളം ചൂടോട് തന്നെ കുടിക്കണം. അപ്പോൾ ഇത് കുടിക്കേണ്ട ഒരു രീതി ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ പറയുകയാണ്. അപ്പോൾ അത് രാവിലെ വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ഈ വെള്ളം കുടിക്കാനും പാടില്ല. പിന്നെ കുടിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചെറിയൊരു ചൂടൊക്കെ വേണം കേട്ടോ. ആ ചെറിയ ചൂടോട് തന്നെ ഈ വെള്ളം കുടിക്കണം. അതാണ് ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ കുടിച്ചാലാണ് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിക്കേണ്ട, അതായത് കുടിക്കേണ്ട രീതിയും കൂടി ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കുടിക്കേണ്ട ഡെയിലി കുടിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇന്ന് കുടിച്ചു, നാളെ കുടിക്കണ്ട, പിന്നെ മറ്റന്നാൾ, അതായത് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ നമ്മളിത് കുടിക്കുക. അങ്ങനെ ഒരാഴ്ച കുടിക്കുക കേട്ടോ. പിന്നെ പിറ്റത്തെ ആഴ്ച കുടിക്കരുത്, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച കുടിക്കുക. അങ്ങനെ കുടിച്ചിട്ട് നമ്മൾ പോയിട്ട് ഈ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണിക്കും കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും കുറയും. പിന്നെ ഇത് ഒരുപാട് പീക്ക്, ഞാൻ ഇത് നേരത്തെ പറഞ്ഞതാണ്, ഒരുപാട് പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഓടിപ്പോയിട്ട് ഇത് ചെയ്യണമെന്നല്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർക്ക് നമുക്ക് വേറെ മെഡിസിനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ചെയ്തു പോകുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമുക്ക് വേറെ ക്യാഷ് മുടക്കില്ല, വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൺലി നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഔഷധ കൂട്ടാണിത്. അപ്പോൾ എന്തായാലും ഈ കൊളസ്ട്രോൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഈ ഔഷധ പാനീയം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസ് നിർബന്ധമാണ് കേട്ടോ, അതൊരിക്കലും മുടക്കരുതേ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ, ബൈ.